ഇപ്പോൾ ഇടതുപക്ഷത്തിന് കേരളത്തിലുണ്ടായ ഈ ഒരു ചരിത്രപരമായിട്ടുള്ള തിരിച്ചടി മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പാർട്ടിയിലെയും സർക്കാരിലെയും ഇടപെടലുകൾക്കും നയങ്ങൾക്കുമെതിരെ CPM അനുഭാവികളും പ്രവർത്തകരും നൽകിയ തിരിച്ചടി തന്നെയാണ്. ഇത് തിരിച്ചറിയാമായിരുന്നിട്ടും അദ്ദേഹത്തെ പ്രതിപക്ഷ നേതൃസ്ഥാനത്ത് പ്രതിഷ്ഠിക്കുന്നത് ഇടതുപക്ഷത്തെ കേരളത്തിൽ ഇല്ലാതാക്കാൻ വേണ്ടിയാണോ എന്നാണ് ശരിക്കും സംശയിക്കേണ്ടിയിരിക്കുന്നത്. ഈ സംശയം CPM കീഴ്ഘടകങ്ങൾ മുതൽ CPM സഖാക്കള് വരെ ഇപ്പോൾ ചോദിച്ചു തുടങ്ങിയിട്ടുണ്ട്. കേരളത്തിലെ പിണറായി സർക്കാരിനെ കയറൂരി വിട്ടതുപോലെയാണ് CPM സംസ്ഥാന സെക്രട്ടറിയും അഖിലേന്ത്യാ സെക്രട്ടറിയും പെരുമാറിയിരുന്നത്. അതുകൊണ്ടാണ് കമ്മ്യൂണിസ്റ്റുകൾ നേതൃത്വം നൽകുന്ന സർക്കാരുകൾ ഒരിക്കലും സ്വീകരിക്കാൻ പറ്റാത്ത നിലപാടുകളും നയങ്ങളും പിണറായി സർക്കാർ സ്വീകരിച്ചിരുന്നത് എന്നതും വ്യക്തമാണ്. അതിന്റെ ഒക്കെ പരിണത ഫലമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ഈ ഒരു തിരിച്ചടി. ഈ അപകടകരമായ ഈ ഒരു സാഹചര്യത്തെ മറികടക്കണമെങ്കിൽ CPM അണികൾ തന്നെ മുന്നോട്ട് വരേണ്ടതുണ്ട്. ഈ ബ്രാഞ്ച് തലം മുതൽ പാർട്ടി കോൺഗ്രസ് വരെ ബന്ധപ്പെട്ട ഘടകങ്ങളിലുള്ളവര് നേതൃത്വത്തിന്റെ തീരുമാനത്തെ ചർച്ചകളിൽ ചോദ്യം ചെയ്യുക എന്നൊരു പരമ്പരാഗത രീതി വിട്ട് നേതൃസ്ഥാനത്തേക്ക് മത്സരിക്കാൻ കൂടി തയ്യാറാകണം. അതിനുള്ളൊരു സാഹചര്യം ഒരുക്കാൻ നേതൃത്വം നിർബന്ധിക്കപ്പെടുക കൂടി ചെയ്താൽ പിന്നെ കളി മാറും. ഈ താഴെത്തട്ട് മുതൽ മുകൾ തട്ട് വരെയുള്ള യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകളാണ് അപ്പോൾ നേതൃനിരയിലേക്ക് തെരഞ്ഞെടുക്കപ്പെടുക. പിണറായിക്ക് പുറമെ MV ഗോവിന്ദനും തുടരുമെന്നും നേതാക്കളെ മാറ്റിലല്ല പ്രവർത്തന ശൈലിയിലെ അപാകതകൾ മാറ്റിലാണ് CPM രീതി എന്നാണ് ഇപ്പോൾ MA ബേബി പറയുന്നത്. എന്താണ് ഇതിനെക്കുറിച്ച് അഭിരാമിയുടെ ഒരു അഭിപ്രായം? ആദ്യം മാറ്റേണ്ടത് ഈ പറയുന്ന CPM അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി MA ബേബി ആണെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇത്രയും കഴിവുകെട്ട ഒരു ജനറൽ സെക്രട്ടറി CPMന്റെ ചരിത്രത്തിൽ തന്നെ ഉണ്ടായിട്ടില്ല. കഴിവുള്ള നിരവധി ആളുകൾ PBയിൽ ഉണ്ടായിട്ടും MA ബേബിയെ തന്നെ തിരഞ്ഞു പിടിച്ച് ജനറൽ സെക്രട്ടറി ആക്കിയതിന് പിന്നിലും ചിലരുടെ സ്വാർത്ഥ താല്പര്യങ്ങൾ പ്രവർത്തിച്ചിട്ടുണ്ട്. ഇന്ത്യയിലെ ഏറ്റവും വലിയ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ജനറൽ സെക്രട്ടറി ആകാൻ പറ്റിയ ഒരു ദേശീയ മുഖമായിരുന്നില്ല ബേബിയുടേതെന്നത് ആ പാർട്ടിക്കുള്ളിൽ തന്നെ വിമർശനമുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കേരളത്തിലെ പിണറായി സർക്കാരിനെ കയറൂരി വിട്ടതുപോലെയാണ് CPM സംസ്ഥാന സെക്രട്ടറിയും അഖിലേന്ത്യാ സെക്രട്ടറിയും പെരുമാറിയിരുന്നത്. അതുകൊണ്ടാണ് കമ്മ്യൂണിസ്റ്റുകൾ നേതൃത്വം നൽകുന്ന സർക്കാരുകൾ ഒരിക്കലും സ്വീകരിക്കാൻ പറ്റാത്ത നിലപാടുകളും നയങ്ങളും പിണറായി സർക്കാർ സ്വീകരിച്ചിരുന്നത് എന്നതും വ്യക്തമാണ്. അതിന്റെ ഒക്കെ പരിണത ഫലമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ഈ ഒരു തിരിച്ചടി. അയ്യപ്പ സംഗമം പോലുള്ള പരിപാടി നടത്തുമ്പോഴും കേന്ദ്ര സർക്കാരിന്റെ PM ശ്രീ പദ്ധതിയിൽ ഒപ്പിടുമ്പോഴും PB അംഗമായിരുന്ന പിണറായി വിജയനിൽ നിന്ന് ഒരു വിശദീകരണവും ചോദിക്കാൻ പോലും MA ബേബിക്ക് കഴിഞ്ഞിട്ടില്ല. ഈ പാർട്ടി സഖാക്കളെ പെരുമാറ്റച്ചട്ടം പഠിപ്പിക്കുന്നവർക്ക് പിണറായിയുടെ പെരുമാറ്റങ്ങൾ ശരിയല്ല എന്ന് പറയാനുള്ളൊരു ധൈര്യം പോലും ഉണ്ടായിരുന്നില്ല എന്നതാണ് ഒരു യാഥാർത്ഥ്യം. ഇങ്ങനെ കഴിവുകെട്ട നേതൃത്വം തുടരാതിരിക്കുന്നത് തന്നെയാണ് CPMന്റെ നിലനിൽപ്പിന് നല്ലത് എന്നതാണ് എൻ്റെ ഒരു വ്യക്തിപരമായിട്ടുള്ളൊരു അഭിപ്രായം. ഈ പിണറായി വിജയനെ പ്രതിപക്ഷ നേതാവായി തിരഞ്ഞെടുത്ത സംസ്ഥാന സെക്രട്ടേറിയറ്റ് തീരുമാനം CPM പോളിറ്റ് ബ്യൂറോ അംഗീകരിച്ചതാണെന്നും ആ സ്ഥാനത്ത് നിന്നും അദ്ദേഹത്തെ മാറ്റില്ലെന്നും കൂടി ഇപ്പൊ ബേബി പറഞ്ഞിട്ടുണ്ടല്ലോ. എന്താണ് ഈ പാർട്ടി ഇങ്ങനെ? ഇതിനുള്ള മറുപടി കൂടിയാണ് ഞാൻ മുമ്പ് പറഞ്ഞത്. ഈ പിണറായിക്ക് മുമ്പിൽ മുട്ടുമടക്കി നിൽക്കുന്ന ബേബിയിൽ നിന്ന് മറ്റൊരു മറുപടി പ്രതീക്ഷിച്ചിട്ട് ഒരു കാര്യവുമില്ല. ഇപ്പോൾ ഇടതുപക്ഷത്തിന് കേരളത്തിലുണ്ടായ ഈ ഒരു ചരിത്രപരമായിട്ടുള്ള തിരിച്ചടി മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പാർട്ടിയിലെയും സർക്കാരിലെയും ഇടപെടലുകൾക്കും നയങ്ങൾക്കുമെതിരെ CPM അനുഭാവികളും പ്രവർത്തകരും നൽകിയ തിരിച്ചടി തന്നെയാണ്. ഇത് തിരിച്ചറിയാമായിരുന്നിട്ടും അദ്ദേഹത്തെ പ്രതിപക്ഷ നേതൃസ്ഥാനത്ത് പ്രതിഷ്ഠിക്കുന്നത് ഇടതുപക്ഷത്തെ കേരളത്തിൽ ഇല്ലാതാക്കാൻ വേണ്ടിയാണോ എന്നാണ് ശരിക്കും സംശയിക്കേണ്ടിയിരിക്കുന്നത്. ഈ സംശയം CPM ഘടകങ്ങൾ മുതൽ CPM സഖാക്കള് വരെ ഇപ്പോൾ ചോദിച്ചു തുടങ്ങിയിട്ടുണ്ട്. ഈ നേതാക്കന്മാരെ മാറ്റുകയല്ല, മറിച്ച് അവരുടെ പ്രവർത്തന ശൈലിയിൽ അപാകതകൾ ഉണ്ടെങ്കിൽ അത് മാറ്റുക എന്നതാണ് CPMന്റെ രീതി എന്ന് പറയുന്ന MA ബേബി വസ്തുതകളെ ശരിക്കും വളച്ചൊടിക്കാനാണ് ശ്രമിക്കുന്നത്. ഈ ഒരു സമീപനം മനസ്സിൽ വെച്ചാണ് പരാജയ കാരണങ്ങൾ വിലയിരുത്താൻ പോളിറ്റ് ബ്യൂറോ പ്രതിനിധികൾ കേരളത്തിൽ എത്തുന്നതെങ്കിൽ പിന്നെ അവർ ഡൽഹിയിൽ നടത്തുന്ന അവലോകനം എന്തായിരിക്കുമെന്നത് ഊഹിക്കാവുന്നതേ ഉള്ളൂ. പിണറായി വിജയനെ പ്രതിപക്ഷ നേതാവാക്കിയ CPM സംസ്ഥാന സെക്രട്ടേറിയറ്റിന്റെ തീരുമാനം പോളിറ്റ് ബ്യൂറോ അംഗീകരിച്ചു കഴിഞ്ഞതായിട്ട് പറയുന്ന MA ബേബി അദ്ദേഹം കൂടി കൈപൊക്കിയത് കൊണ്ടാണ് ഈ ഒരു തീരുമാനത്തിന് PBയിൽ ഭൂരിപക്ഷം കിട്ടിയത് എന്നത് മറന്നുപോകരുത്. ഈ വിധേയത്വം തന്നെയാണ് പ്രശ്നം. ഈ PBയിൽ മാത്രമല്ല സംസ്ഥാന നേതൃത്വത്തിലും ജില്ലാ നേതൃത്വങ്ങളിലും എല്ലായ്പ്പോഴും പിണറായി വിജയനോട് വിധേയത്വം ഉള്ളവരാണ് കൂടുതലും ഉള്ളത്. ഈ പാർട്ടിയോടാണ് ശരിക്കും വിധേയത്വം വേണ്ടത് എന്നതും നേതാവിനോടല്ല എന്നതും ഇതുവരെ ഇവർക്ക് ആർക്കും മനസ്സിലായിട്ടില്ല. ഇവർ തിരുത്താതെ ഈ CPM തിരിച്ചു വരാനുള്ള സാധ്യതയും വളരെ കുറവാണ്. വെറുതെ ചർച്ച നടത്തി സമയം കളയുന്ന ഏർപ്പാടാണ് സത്യത്തിൽ ഇപ്പോൾ ഈ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ പാർട്ടി അണികൾക്ക് നേതൃത്വത്തെ തിരുത്താൻ പറ്റുകയില്ല, അതിനുള്ള സാധ്യതയും എന്തായാലും തള്ളിക്കളയാൻ കഴിയില്ലല്ലോ. ഈ CPM എന്ന് പറഞ്ഞാൽ മുകളിൽ നിന്നും കെട്ടിപ്പടുത്ത ഒരു കേഡർ പാർട്ടിയാണ്. അവിടെ നേതൃത്വം പറയുന്നതാണ് ശരിക്കും നടപ്പാക്കുക. ആ നേതൃത്വങ്ങൾ തന്നെ വഴിതെറ്റി പോയതാണ് ഇവിടുത്തെ പ്രധാന പ്രശ്നം. അതുകൊണ്ടാണ് കമ്മ്യൂണിസ്റ്റുകൾക്ക് നിരക്കാത്ത പെരുമാറ്റവും തീരുമാനങ്ങളും മുകൾ തട്ട് മുതൽ താഴെത്തട്ട് വരെ ഉണ്ടാകുന്നത്. ഇതെല്ലാം കാണുമ്പോൾ പാർട്ടി അണികളും അനുഭാവികളും മാത്രമല്ല ജനങ്ങളും സ്വാഭാവികമായിട്ടും എതിരാകുമല്ലോ. അപ്പൊ എല്ലാം പഴയപടി തന്നെ തുടരുമെന്നാണോ അഭിരാമി പറഞ്ഞു വരുന്നത്? അതൊരു കടന്ന വിലയിരുത്തലല്ലേ? എന്റെ ഒരു അഭിപ്രായമാണ് ഞാൻ ഇവിടെ പറഞ്ഞത്.
ഈ നിലപാടുകളെ CPM കേരളത്തിൽ നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്നവരുടെ ഒരു പൊതുവികാരം കൂടിയാണ്. UDFന്റെ മേന്മ കൊണ്ടല്ല, മറിച്ച് CPMന്റെ അപജയം കൊണ്ടാണ് VD സതീശൻ ടീം ഇപ്പോൾ അധികാരത്തിൽ വന്നിരിക്കുന്നത്. ഈ പിണറായിയും ഈ ഒരു നേതൃത്വവും തന്നെയാണ് ഇനിയും തലപ്പത്ത് തുടരുന്നതെങ്കിൽ എന്തൊക്കെ പോരായ്മകൾ ഉണ്ടായാലും വീണ്ടും UDFനെ ജനങ്ങൾ ഒരിക്കൽ കൂടി അധികാരത്തിലേറ്റും. അത് കഴിഞ്ഞാൽ പിന്നെ ഊഴം BJP നേതൃത്വം നൽകുന്ന മുന്നണിക്കായിരിക്കും. കാരണം ഇടതുപക്ഷത്തിന്റെ തകർച്ചയിൽ നിന്നും പ്രധാനമായിട്ടും മുതലെടുക്കാൻ പോകുന്നതും BJP ആയിരിക്കും. അവരിപ്പോൾ പിടിച്ച 3 സീറ്റുകളും ഇടതുപക്ഷത്തിന്റെ സീറ്റുകളായിരുന്നു എന്നതും നമ്മൾ ആരും മറന്നുപോകരുത്. CPMനെ സംബന്ധിച്ച് കൃത്യമായിട്ടൊരു മുന്നറിയിപ്പ് തന്നെയാണിത്. ഈ അപകടകരമായ ഈ ഒരു സാഹചര്യത്തെ മറികടക്കണമെങ്കിൽ CPM അണികൾ തന്നെ മുന്നോട്ട് വരേണ്ടതുണ്ട്. ഈ ബ്രാഞ്ച് തലം മുതൽ പാർട്ടി കോൺഗ്രസ് വരെ ബന്ധപ്പെട്ട ഘടകങ്ങളിലുള്ളവര് നേതൃത്വത്തിന്റെ തീരുമാനത്തെ ചർച്ചകളിൽ ചോദ്യം ചെയ്യുക എന്നൊരു പരമ്പരാഗത രീതി വിട്ട് നേതൃസ്ഥാനത്തേക്ക് മത്സരിക്കാൻ കൂടി തയ്യാറാകണം. അതിനുള്ളൊരു സാഹചര്യം ഒരുക്കാൻ നേതൃത്വം നിർബന്ധിക്കപ്പെടുക കൂടി ചെയ്താൽ പിന്നെ കളി മാറും. ഈ താഴെത്തട്ട് മുതൽ മുകൾ തട്ട് വരെയുള്ള യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകളാണ് അപ്പോൾ നേതൃനിരയിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുക. അങ്ങനെ സംഭവിച്ചാൽ ജനങ്ങൾക്കിടയിൽ പ്രതീക്ഷ വർദ്ധിക്കും, അകന്നവരെല്ലാം അടുക്കുകയും ചെയ്യും. ഈ ഒരു മാറ്റം കേരളത്തിൽ മാത്രമല്ല, ഇന്ത്യയിലെ തന്നെ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളുടെ കരുത്തും ശേഷിയും വർദ്ധിപ്പിക്കുന്ന രൂപത്തിലേക്കാണ് പിന്നീട് വളരുക. ഇപ്പോൾ ഈ പാറ്റകളുടെ പിന്നാലെ പോകുന്ന യുവജനതയെ സ്വാധീനിക്കാനും അത്തരമൊരു നേതൃത്വത്തിന് എളുപ്പത്തിൽ കഴിയുമെന്നാണ് ഞാൻ കരുതുന്നത്. ഈ ഒരു കാര്യത്തിൽ മൂവ്മെന്റ് വരേണ്ടത് CPMനുള്ളിൽ നിന്ന് തന്നെയാണ്. അതിന്റെ സൂചനകൾ എന്തായാലും ഇപ്പോൾ കണ്ടു തുടങ്ങിയിട്ടുണ്ട്. ബാക്കിയൊക്കെ നമുക്ക് കാത്തിരുന്ന് കാണാം.